ഹലോ ഗൈസ്, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും അമലോട്ടനും അച്ഛനും അമ്മയും തക്കോടും കൂടി കണ്ണൂർ ക്യാൻറ്റീനിൽ പോവാണ്. കഴിഞ്ഞ തവണ നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് നമ്മൾ 3G ആയിട്ട് തിരിച്ചു വന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ ചമ്മൽ മാറ്റാനാണ് നമ്മളുടെ ഈ രണ്ടാമത്തെ യാത്ര. അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിൽ ID കാർഡൊക്കെ കാണിച്ച് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഭയങ്കര സ്ട്രിക്റ്റാണ് അവിടെ. നമ്മൾ ID കാർഡ് കാണിക്കാണ്ട് അവിടെ കയറ്റൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയി. അച്ഛനാണെങ്കിലോ പാൻറ്റിന് ബെൽറ്റ് ഇട്ടില്ല. അപ്പോൾ അത് ഇടക്കിടക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ക്യാൻറ്റീനിലേക്ക് നടന്നു നീങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത്. തക്കുടുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ഇന്ന് ഭയങ്കര കാര്യമായിട്ട് ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല. ക്യാൻറ്റീനിലെത്തിയ സമയത്ത് മറ്റേ CID മൂസയിലെ ബിന്ദു പണിക്കരെ പോലെയായിരുന്നു തക്കുടു. എന്താണ് ചെയ്യുന്നത്? ഇല്ല സ്ഥലത്തെല്ലാം പോയി ഇല്ല ബിസ്ക്കറ്റും സ്നാക്സും എടുത്ത് നോക്കലാണ് ഇവൻ്റെ പണി. എല്ലാവരും ഇവനെ തന്നെ നോക്കുന്നുണ്ട്. കാരണം ഇവന് വേണ്ട സാധനം മാത്രമേ നോക്കുന്നുള്ളൂ. ഇവൻ അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പക്ഷേ അത് വെക്ക് ഇത് വെക്കുന്നതിൻ്റെ ഓരോ സാധനങ്ങളെടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വണ്ടി ഓടിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് പോവുകയാണ്. കാര്യം കുറച്ച് അധികം പൈസ ചിലവായതിൻ്റെ സങ്കടം അമലോട്ടിൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ക്യാൻറ്റീനിൽ നിന്ന് പുറത്ത് ഇറങ്ങിയ സമയത്ത് അവിടുന്ന് പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം കണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കാർത്തിക ഹോട്ടലിലെത്തി. അത് അച്ഛൻ്റെ പാൻറ്റിൻ്റെ കളി കണ്ടോ? കാർത്തിക ഹോട്ടലിൽ നോക്കുമ്പോൾ 4:30 നമ്മൾ വന്നത്. അവിടെ ഫുഡ് മൊത്തം തീർന്നു. അപ്പോൾ അതിന് ഭയങ്കര പ്രക്ഷോഭം ഉണ്ടായി. തക്കുടുവിന് ബിരിയാണി ആയിരുന്നു വേണ്ടത്. തക്കുടു ബിരിയാണി കിട്ടാത്തതിൻ്റെ എല്ലാ ദേഷ്യം തക്കുടിൻ്റെ മുഖത്തുണ്ട്. തക്കുടു ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡായി ഫുഡ് കിട്ടായി. അങ്ങനെ കിട്ടിയ ഫുഡും തട്ടി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന. കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ബ്ലോക്കെല്ലാം കഴിഞ്ഞ് തക്കുടിൻ്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. തക്കുട് വണ്ടിയിൽ നിന്ന് ഒരക്ഷരം ഉണ്ടെന്നില്ല. തക്കുടിന് ദേഷ്യം വരുന്നു. ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ തക്കുടിന് ദേഷ്യം വരുന്നു. കാരണം ഈ ബിരിയാണി തിന്നണമെന്നാ. അങ്ങനെ അത് അറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടി. ഇവർ തമ്മിൽ പുറത്ത് പോകുമ്പോൾ വീഡിയോ കോളിൽ സ്നേഹപ്രകടനമാണെങ്കിലും അടുത്ത എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇവർ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി രണ്ടാളും കൂടി അടി കഴിഞ്ഞുകൊണ്ട് നിന്ന്. അങ്ങനെ നമ്മളൊന്നും ശരിയാവാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അലയെ കയറിയപ്പോൾ തക്കുടിന് സന്തോഷമൊക്കെ കാണാൻ കഴിഞ്ഞു. തക്കുടിന് അങ്ങനെ ചില്ലി ചിക്കൻ മസാല ദോശയാണ് തക്കുട് തന്നത്. തക്കുടിന് എന്ത് സാറ്റിസ്ഫൈഡാണെന്നറിയാമോ? ഫുഡ് കിട്ടാണ്ട് കരയുന്നതും ദേഷ്യം പിടിക്കുന്ന ഏക ജീവിയാണ് നമ്മുടെ തക്കുടും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മുടെ ഹോം ടൗണിലൂടെ നമ്മുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ സോനുവിൻ്റെ ഓടിയതാ അവിടെ കിടക്കുന്നു. ഓപ്പൺ ദി ഡിക്കി. അങ്ങനെ ഓടിയനോട് കുറച്ചു നേരം വർത്താനെല്ലാം പറഞ്ഞ് ഞാനും പിള്ളമാരെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളമാരോടെല്ലാം നല്ലോണം കത്തി അടിച്ച് ശംഭുവിൻ്റെ ഏതോ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് മേടിച്ച ബുക്കാട്ടോ. അവൻ ഇക്കാര്യത്തിൽ അടിപൊളിയാണ്. അങ്ങനെ തക്കുടും ശംഭുവും ചിക്കൂട്ടനും സോനും അമലൂട്ടനും അമ്മയും ഞാനെല്ലാം കുറേ വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.